നമസ്കാരം. 2017 ഓഗസ്റ്റ് 10 യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂരിൽ ബാബ രാഘവദാസ് ആശുപത്രിയിൽ 63 പിഞ്ചു കുഞ്ഞുങ്ങൾ ജീവശ്വാസം കിട്ടാതെ മരിച്ചു വീഴുന്നു. അന്ന് BRD ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഖലീഫ് ഖാനെ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി യോഗിയുടെ സർക്കാർ വേട്ടയാടുകയാണ്. ശ്വാസം കിട്ടാതെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീഴുന്നത് കാണാനാകാതെ സ്വന്തം നിലയിൽ ആശുപത്രിയിലേക്ക് ഓക്സിജൻ വിതരണം നടത്താൻ ശ്രമിച്ചതോ ഖലീഫ് ഖാനോടുള്ള യോഗിയുടെ വിരോധം. ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു രക്ഷകനെ ശിക്ഷിച്ച് യോഗി. ഈ വിഷയത്തിൽ നമുക്കൊപ്പം അതിഥികളായുള്ളത് ഡോക്ടർ S. സന്തോഷ്, ഒപ്പം തന്നെ നൌഫൽ ഗവേഷക വിദ്യാർത്ഥി എന്നിവരെയാണ്. ഒപ്പം BJP നേതാവ് PK കൃഷ്ണദാസിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. ആദ്യം തന്നെ ഇന്ന് കഫീൽ ഖാനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് UP സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിലേക്ക്. UP സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച ഡോക്ടർ കഫീൽ ഖാനെതിരെയാണ് യോഗി സർക്കാർ പ്രതികാര നടപടി സ്വീകരിച്ചത്. BRD മെഡിക്കൽ കോളേജിലെ ശിശുമരണവുമായി ബന്ധപ്പെട്ടാണ് നടപടി. 2017 ഗോരഖ്പൂർ BRD മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ ലഭിക്കാതെ 63 കുഞ്ഞുങ്ങൾ മരിച്ചത്. ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ കഫീൽ ഖാനെ ഇതിനു പിന്നാലെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ 2019 സെപ്റ്റംബറിൽ കഫീൽ ഖാനെ കുറ്റവിമുക്തനാക്കി പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഫീൽ ഖാൻ നടത്തിയ ശ്രമങ്ങളെ റിപ്പോർട്ടിൽ പ്രകീർത്തിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ സസ്പെൻഷനിലായ എല്ലാവരുടെയും സസ്പെൻഷൻ UP സർക്കാർ പിൻവലിച്ചിട്ടും കഫീൽ ഖാന്റെ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നില്ല. ഇതിനെതിരെയുള്ള നിയമപോരാട്ടം തുടരവെയാണ് UP സർക്കാർ കഫീൽ ഖാനെ പിരിച്ചുവിട്ടത്. UP സർക്കാരിന്റെ പ്രതികാര നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി. ആദ്യം തന്നെ ഡോക്ടർ S. സന്തോഷിലേക്കാണ്. ഡോക്ടർ നോക്കൂ, കഴിഞ്ഞ 4 വർഷമായി ഈ രീതിയിൽ കഫീൽ ഖാനെതിരായ വേട്ടയാടൽ യോഗി സർക്കാർ തുടരുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ സർക്കാർ സർവീസിൽ നിന്നും പൂർണ്ണമായി പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവും യോഗി സർക്കാർ പുറപ്പെടുവിക്കുമ്പോൾ ഈ വിഷയത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു കാര്യം, രണ്ട് വശങ്ങളുണ്ട്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഡോക്ടർ കഫീൽ ഖാൻ ചെയ്ത കാര്യങ്ങള് വാസ്തവത്തിൽ ഏതൊരു ഡോക്ടറും ചെയ്യേണ്ട കാര്യമാണ്. ഒരു വൈദ്യശാസ്ത്ര നൈതികതയുടെ ഭാഗമായിട്ട് ഏതൊരു ഡോക്ടറും ചെയ്യേണ്ട കാര്യമാണ്. ഒരു ആശുപത്രിയില് കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ അദ്ദേഹം ഇത് സർക്കാരിനെ കുറ്റപ്പെടുത്തുകയോ സർക്കാരിനെ പ്രതികൂട്ടിലാക്കുകയോ അല്ല ചെയ്തത്. അദ്ദേഹം ഓക്സിജൻ എത്തിക്കുകയും കുട്ടികളെ ജീവൻ രക്ഷിക്കുവാനാണ് അന്ന് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോ ബാക്കി 7 പേരെയും ഈ പറയുന്ന അതിനകത്തുള്ള ബാക്കി 7 പേരെയും കുറ്റവിമുക്തമാക്കുകയും എന്ന് മാത്രമല്ല, ഡോക്ടർ കഫീൽ ഖാനെതിരെയായിട്ടുള്ള ഈ പറയുന്ന ഒരു അന്വേഷണ കമ്മീഷൻ, കോടതി പോലും അലഹാബാദ് കോടതി ഒരു കമ്മീഷൻ ഏർപ്പെടുത്തിയിരുന്നു. ആ കമ്മീഷൻ പറഞ്ഞത് അദ്ദേഹം ഈ പറയുന്ന ഒരു ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു കുറ്റകരമായ കാര്യം ചെയ്തതായിട്ട് കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞത്. അതിനുശേഷം വീണ്ടും ഈ സർക്കാർ UP സർക്കാർ വേറൊരു അന്വേഷണ കമ്മീഷൻ ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. അതായത് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണം എന്നുള്ള വളരെ നിർബന്ധപൂർവമായിട്ടുള്ള ഒരു ധാരണയുടെ പുറത്താണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ 2 റിപ്പോർട്ടും കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തത് അദ്ദേഹത്തിനെ വേറൊരു കേസിൽ ഇതുപോലെ ഏതോ ഒരു CIE പ്രതിഷേധത്തിനകത്ത് അദ്ദേഹം പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഇതുപോലെ നടപടി എടുക്കുകയാണ്. അതിനകത്തും കോടതി അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ കേട്ടിട്ട് ദേശദ്രോഹപരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് വളരെ കൃത്യമായി കണ്ടെത്തുകയും അതിനെ ആ കേസിൽ നിന്നും കുറ്റവിമുക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതിനകത്ത് വീണ്ടും ഇങ്ങനെ നടപടികൾ എടുക്കുന്നത് വാസ്തവത്തില് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ ആ കാര്യമാണ് ആദ്യമേ പറയുന്നത്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് വളരെ ദുഃഖം ഉണ്ടാക്കുന്നതാണ്. കാരണം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ അതിനകത്ത് ഈ പറയുന്ന മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെയാണ് നമ്മൾ എപ്പോഴും അത് ചെയ്യേണ്ടത്. അതിനകത്ത് ഒരു വ്യത്യസ്തത ഒരിക്കലും കാണിക്കില്ല. ഡോക്ടർമാരെ അങ്ങനെ കാണിക്കാൻ ശ്രമിക്കാറില്ല. അപ്പോ അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കുവാൻ എടുത്ത നടപടിയെ വാസ്തവത്തിൽ പ്രകീർത്തിക്കുകയോ ശ്ലാഘിക്കുകയോ ചെയ്യാതെ വാസ്തവത്തിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അതിനകത്ത് ഏത് നിലപാടെടുത്തു കഴിഞ്ഞാലും ഏത് നിലവാരത്തിലായാലും ശരി ഇതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയായിട്ട് മാത്രമേ എനിക്ക് നോക്കി നിൽക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ കാര്യം, ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്ത കാര്യം, ഒരു പൗരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ലഭിക്കേണ്ട നീതി അതുപോലും ഇതൊരു മനുഷ്യാവകാശ ലംഘനമായിട്ട് വരുന്നത് അവിടെയാണ്. നേരത്തെ പറഞ്ഞൊരു ഡോക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സർക്കാർ എടുത്ത നിലപാട് ഇത് സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന സ്വാഭാവികമായ നീതി നിഷേധിക്കലാണ് വാസ്തവത്തിൽ രണ്ടാമത്തെ ഈ ഒരു പിരിച്ചുവിടലിലൂടെ നടക്കുന്നത്. ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനായാലും ആരായാലും ശരി
അദ്ദേഹം ആ ജോലിയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ അത് വാസ്തവത്തിൽ ഈ പറയുന്ന അതിനകത്ത് എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ഇത് അങ്ങനെ ഒരു പിഴവൊന്നും കണ്ടുപിടിക്കാതെ അതേ ഇങ്ങനെയാണെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്ത് കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയും? ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ സാധാരണ സംഭവങ്ങളിലൊക്കെ എന്ത് കാര്യങ്ങളാണ് പ്രതികരിക്കാൻ കഴിയുക? ഒരു മുഖമായി തന്നെ ഖലീഫ് ഖാൻ മാറുന്നു എന്നുള്ളതാണ്. നൗഫൽ, നോക്കൂ, ഇത് ഒരു വേട്ടയാടലിന്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വേട്ടയാടലിന്റെ ഭാഗമാണ്. നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ തുടർന്നു പോരുന്ന ചില രീതികൾ, അതേ രീതി തന്നെ യോഗി ആദിത്യനാഥും ഈ വിഷയത്തിൽ തുടരുന്നു എന്നുള്ളതാണ്. നായകനോ പ്രതിനായകനോ ആകുന്നു, ആരാകുന്നു ഇവിടെ ഖലീഫ് ഖാൻ എന്നുള്ളൊരു ചോദ്യവും ഈ നിമിഷത്തിൽ ഉയരുന്നു. കാണുന്നില്ല. ഇപ്പോൾ കഫീൽ ഖാൻ പുറത്താക്കപ്പെടുന്നു എന്നുള്ളതിൽ യാതൊരു കൗതുകവും ഞാൻ കാണുന്നില്ല. കാരണം മോദിയുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ യോഗിയിലൂടെ നിരന്തരം ഹിന്ദുത്വവും അതോടൊപ്പം തന്നെ ഫാസിസവും പുതുക്കിപ്പണിയുന്ന ഉത്തർപ്രദേശിൽ അദ്ദേഹം പുറത്താക്കപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ സഞ്ജീവ് ഭട്ട് എവിടെയാണെന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരവില്ല. സഞ്ജീവ് ഭട്ട് ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം ഏറ്റവും കൃത്യതയോടുകൂടി ഒരു പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കെ 2002 വർഗീയ കലാപത്തിൽ ഗുജറാത്ത് ഗവൺമെൻറ് എങ്ങനെ വർഗീയവാദികളോടൊപ്പം ചേർന്നു എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു എന്ന ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള, ഏറ്റവും പൊളിറ്റിക്കലി സത്യസന്ധമായ കാര്യത്തിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന ആളുടെ പേരാണ് സഞ്ജീവ് ഭട്ട്. അദ്ദേഹം നമുക്കറിയില്ല, അദ്ദേഹം എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ വരവര റാവുവിനെ അടക്കമുള്ള അർബൻ നക്സലുകളായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് കഫീൽ ഖാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനോടും അല്ലെങ്കിൽ കഫീൽ ഖാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു വലിയ അത്ഭുതമാണ്. കാരണം അതിൻ്റെ ഒരു പാറ്റേൺ നോക്കൂ. കഫീൽ ഖാൻ 2017 അദ്ദേഹം ഓക്സിജൻ കടത്തി എന്നുള്ള ആരോപണത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ അഴിമതി എന്നുള്ളൊരു കേസ് ചാർജ് ചെയ്താണ് ഏറ്റവും സത്യസന്ധമായിട്ട് സ്വന്തം കയ്യിലെ പണം കൊടുത്ത് ഓക്സിജൻ സിലിണ്ടറുകൾ വാങ്ങി ആ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു ഡോക്ടറെ ഏറ്റവും ക്രൂരമായി, അയാൾക്കെതിരെ ജീവിതത്തിൽ ഉന്നയിക്കാവുന്ന ഏറ്റവും മോശപ്പെട്ട ആരോപണം അയാൾ അഴിമതി കാണിച്ചു എന്നുള്ളതാണ്. ഓക്സിജൻ സിലിണ്ടറിൽ കടത്തി എന്നുള്ള ആരോപണത്തിനാണ് പുള്ളി അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം അറസ്റ്റ് ചെയ്ത 9 പേരിൽ 8 പേരും ക്ലീൻ ചീറ്റ് നടത്തി അവരെ സർവീസ് തിരിച്ചെടുക്കുമ്പോഴാണ് കഫീൽ ഖാൻ പുറത്താകുന്നത് എന്നുള്ളത് ആലോചിക്കണം. അതിനുശേഷം അദ്ദേഹം പൗരത്വ നിയമത്തിൻ്റെ പ്രതിഷേധങ്ങൾ ഭാഗമായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മോദി സർക്കാരിനെ അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിൻ്റെ ഭരണകൂടത്തെ ഏറ്റവും ചൊടിപ്പിക്കുന്നത്. 9 മാസക്കാലമാണ് അദ്ദേഹം അന്വേഷണമൊന്നുമില്ലാതെ ജയിലിൽ കിടക്കുന്നത്. മധുരയിലെ ജയിലിൽ കിടക്കുന്നത് 9 മാസക്കാലമാണ്. അലഹബാദ് കോടതി അദ്ദേഹം മതസ്പർദ്ധ ഉയർത്തുന്ന വിധത്തിൽ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിച്ചു എന്നുള്ള ആരോപണത്തെ കണ്ടശ വിമർശിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. സാമാന്യ ബോധവും സാമാന്യ യുക്തിയുമുള്ളൊരു മനുഷ്യന് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഏതെങ്കിലും പ്രസക്ത ഭാഗങ്ങൾ പരിശോധിച്ചാൽ ഇദ്ദേഹം യാതൊരു തരത്തിലുമുള്ള മതവർഗീയ പ്രചാരണങ്ങൾ നടത്തിയിട്ടില്ല എന്ന് ബോധ്യമാകും. പിന്നീട് എന്തുകൊണ്ട് കഫീൽ ഖാൻ 9 മാസം ജയിലിൽ കിടന്നു? അതൊരു വലിയ ചോദ്യമാണ്. അങ്ങനെ ഒരു ഇന്ത്യയിലാണ്, കഫീൽ ഖാൻ്റെ സഹോദരൻ വേട്ടയാടപ്പെടുന്ന ഒരു ഇന്ത്യയിലാണ് കഫീൽ ഖാൻ പുറത്താക്കപ്പെടുന്നത് എന്നുള്ളത് യാതൊരു കൗതുകവുമില്ല. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഗുജറാത്ത് മോഡൽ വികസനത്തിന് സമാനമായ രീതിയിൽ ഒരു പ്രൊപ്പഗണ്ട ഉത്തർപ്രദേശിലെ വികസന മാതൃകയെ സംബന്ധിച്ച് വർഷങ്ങളായി ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. കേരള മോഡലിന് ബദലായി ഉത്തർപ്രദേശിലെ ഒരു വികസന മാതൃകയുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ മാതൃകയുടെ ശൂന്യതയെപ്പറ്റി, ആ മാതൃകയുടെ പൊള്ളത്തരത്തെ പറ്റിയിട്ടുള്ള ഒരു വലിയ ചോദ്യം ഉയർത്തിയിട്ടാണ് കഫീൽ ഖാൻ ഖൊരഗ്പൂരിൽ 63 കുട്ടികൾ ഗ്യാസ് കിട്ടാതെ, ഓക്സിജൻ കിട്ടാതെ, ഗ്യാസ് സിലിണ്ടറുകളുടെ അഭാവത്തിൽ മരിച്ചു എന്നൊരു ചോദ്യം ഉയർത്തുമ്പോൾ അത് ഉത്തർപ്രദേശ് നിർമ്മിച്ച വ്യാജ വികസന മോഡലിനെ പറ്റിയിട്ടുള്ള വികസന മോഡലിൻ്റെ കരണത്തേറ്റ ഏറ്റവും വലിയ അടിയാണ്. അത്തരമൊരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുന്ന, ക്രിട്ടിസൈസ് ചെയ്യുന്ന, ഡിസെൻഡ് ചെയ്യുന്ന, വിയോജിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്താണ് എന്നൊരു ചോദ്യം കൂടെ കഫീൽ ഖാൻ്റെ വിഷയത്തിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് തന്നെയാണ് ഡോക്ടർ എസ് സന്തോഷ്. നോക്കൂ, ഈ കഫീൽ ഖാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിൽ പ്രത്യേക സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. കഫീൽ ഖാൻ മിഷൻ സ്മൈൽ ഫൗണ്ടേഷൻ എന്ന പേരിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒപ്പം തന്നെ സൗജന്യമായിട്ട് 50,000-ത്തിലധികം കുട്ടികൾക്ക് ചികിത്സ ഏർപ്പെടുത്തുന്നു. ഈ രീതിയിലൊക്കെ ഒരു ആതുര സേവന രംഗത്ത് ഒരു ഭിക്ഷുകരിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുവോ ആ രീതിയിലൊക്കെ ചെയ്തു പോരുന്ന ഒരാളാണ്. അന്നേ ദിവസവും ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസം അദ്ദേഹം ആശുപത്രിയിൽ ഡ്യൂട്ടിയിലില്ല എങ്കിൽ പോലും കേട്ടറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഓക്സിജൻ സ്ഥലത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്തൊരു ഡോക്ടർക്ക് നേരെയാണ്, ഒരു സാധാരണ ഡോക്ടർക്ക് നേരെയാണ് ഈ രീതിയിൽ ഇല്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഹോസ്പിറ്റലിലേക്ക് ഓക്സിജൻ സിലിണ്ടർ കടത്തി എന്ന് പറയുന്നു. ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം വേട്ടയാടുന്നത്. അതായത് ഇവിടുത്തെ ഡോക്ടർമാർക്ക്, ഡോക്ടറുടെ അന്ന് തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒക്കെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ഒപ്പ് ശേഖരണമൊക്കെ നടത്തിയിരുന്നു. എങ്കിൽ പോലും ഈ ഡോക്ടർമാരെക്കെതിരായി നടത്തുന്ന ഒരു സംഭവം എന്ന് കൂടി ഇതിനെ അങ്ങനെ കൂടി വായിച്ചെടുക്കേണ്ടതില്ലേ? ഏത് സന്ദേശമാണ് ഇവർ നൽകുന്നത് എന്നുള്ളത്? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ പലപ്പോഴും ഡോക്ടർമാർക്ക് വന്ന് ഭവിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ഡോക്ടർമാരുടെ മുൻപിൽ എത്തുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അതിനകത്ത് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ പലപ്പോഴും അത്
പൊളിറ്റിക്കൽ ഇഷ്യൂസോ ഇല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും വിഷയങ്ങൾ ആയിട്ടുമാണ് വാസ്തവത്തിൽ ആൾക്കാർക്ക് ആശുപത്രി സമീപിക്കേണ്ടി വരുന്നത്. ഒരു സ്ഥലത്ത് ഒരു പട്ടിണി ഉണ്ടാവുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു പ്രദേശത്ത് കൂട്ടമരണങ്ങൾ ഉണ്ടാവുമ്പോഴോ രോഗം പുറപ്പെടുമ്പോഴോ ഒക്കെ പലപ്പോഴും ഈ പറയുന്ന കുറെ ആൾക്കാർ അങ്ങനെ മുന്നിൽ വരുമ്പോൾ അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകാൻ നിർബന്ധിതരാകുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രൈമറി ആയിട്ടുള്ള ഒരു അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗം വരാതിരിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവിടുത്തെ ഇൻഡീസസ് ഒക്കെ വളരെ ഈ പറഞ്ഞ ഏത് ഇൻഡീസസ് എടുത്തു കഴിഞ്ഞാലും ഡെത്ത് റേറ്റ് എടുത്തു കഴിഞ്ഞാലും ബർത്ത് റേറ്റ് എടുത്തു കഴിഞ്ഞാലും ഇൻഫന്റ് മോർട്ടാലിറ്റി എടുത്തു കഴിഞ്ഞാലും ഒക്കെ അങ്ങ് വളരെയധികം കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ വാസ്തവത്തിൽ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് പലതും ഏറ്റവും കൂടുതൽ വാസ്തവത്തിൽ ആൾക്കാരെ രോഗികളാക്കുന്നത്. അപ്പോ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ പലപ്പോഴും ഡോക്ടർമാർക്ക് അത് അങ്ങനെ വേണമെന്ന് പറയേണ്ടത് ഒരു ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ പോലും വൈദ്യശാസ്ത്ര നൈതികതയുടെ ഭാഗമായിട്ട് അങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് പറയാനുള്ള അവകാശം തീർച്ചയായിട്ടും ഡോക്ടർമാർക്ക് ഉണ്ടാകണം. വിയോജിപ്പ് രേഖപ്പെടുത്തുവാനോ ഇല്ലെങ്കിൽ ആ കാര്യത്തിൽ മനുഷ്യാവകാശത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അതിനകത്ത് ഇടപെടാനോ ഇതുപോലെ ഓക്സിജൻ കൊടുക്കുകയില്ലാത്ത സമയത്ത് ഓക്സിജൻ എത്തിക്കുവാനോ ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് പലപ്പോഴും ഒരു രാഷ്ട്രീയ പ്രശ്നമായി വരുമ്പോൾ ഡോക്ടർമാർ പ്രതിക്കൂട്ടിലാവുന്ന വിഷയമുണ്ട്. അത് അങ്ങനെ ഒരിക്കലും സർക്കാർ കാണരുത്. തീർച്ചയായിട്ടും IMAയും ബാക്കിയുള്ള ഡോക്ടർമാരും ഒക്കെ തന്നെ ഇതിനകത്ത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട് ാണ് ഞാൻ കരുതുന്നത്. നേരത്തെ തന്നെ IMA ഇതിനെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ IMA മാത്രമല്ല മറ്റ് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ. കാരണം ഇങ്ങനെയുള്ള നിലപാടുകൾ എടുക്കാതെ ഡോക്ടർമാർക്ക് സാധാരണഗതിയിൽ രോഗികളുമായിട്ട് ഇടപെടുവാനോ രോഗിയുടെ രോഗം മാറ്റുവാനോ ഒക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. ആ ഇടപെടൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോ ഒക്കെ എതിരെയായിരുന്നാൽ പോലും അവരത് ആ പ്രവർത്തനത്തെ അങ്ങനെയല്ല കാണേണ്ടത്. ഡോക്ടർമാരുടെ നൈതികതയുടെ ഭാഗമായിട്ട് അവർ എടുക്കേണ്ടി വരുന്ന നിലപാടായിട്ട് കാണുകയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ നിലപാടുകൾ തിരുത്താനായിട്ട് ഒരു മുൻകൈ എടുക്കേണ്ടതുണ്ട്. ഡോക്ടർ S. സന്തോഷ്, അതായത് ഈ സംഭവം നടന്ന വിഷയം ഞാൻ വിരൽ ചൂണ്ടുന്ന അതിലേക്കാണ്. ഈ സംഭവം നടന്ന വിഷയം ഇത്തരത്തിലുള്ള അതായത് സ്വന്തം നിലയിൽ ഓക്സിജൻ സിലിണ്ടർ എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ ഖലീഫ് ഖാനെ പിന്നീട് കാണുമ്പോൾ ഇദ്ദേഹത്തെ യോഗി ആദിത്യനാഥ് നേരിട്ട് ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് താങ്കളാണല്ലേ ആ ഡോക്ടർ ഇവിടെ ഓക്സിജൻ സിലിണ്ടർ എത്തിച്ച ഡോക്ടർ എന്ന രീതിയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു എന്ന്. അങ്ങനെ യോഗി സംസാരിച്ചുവോ അതിനുശേഷം തുടങ്ങിയതാണ് തനിക്കെതിരെയുള്ള ഈ വേട്ടയാടൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം അഭിനന്ദനം ഏറ്റുവാങ്ങേണ്ട ഒരു ഡോക്ടർക്കാണ് അവിടെ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹത്തിനോടുള്ള വേട്ടയാടൽ തുടരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു വേട്ടയാടൽ ഒരു വ്യക്തിപരമായ വേട്ടയാടലിന് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയപരമായ വേട്ടയാടലാണ് ഞാൻ കാണുന്നത്. ഒരു മുഖ്യമന്ത്രി ഒരു സാധാരണ ഡോക്ടറോട് ചെയ്യുന്ന കാര്യത്തെക്കാട്ടിയും ആ ഡോക്ടർ വാസ്തവത്തിൽ ആ മൊത്തം ഒരു ഡോക്ടർമാരുടെ സമൂഹത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വൈദ്യശാസ്ത്ര നൈതികതയെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. മറിച്ച് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നൈതികത ആ സമയത്ത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വ്യക്തിപരമായി അദ്ദേഹത്തെ നേരിടുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോ അത് രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്ന ഈ വൈദ്യശാസ്ത്ര നൈതികതയും ഇങ്ങനെയുള്ള ലോകമെമ്പാടും ആൾക്കാർ വളരെയധികം ബഹുമാനിക്കുന്ന വാല്യൂസ്, മോറൽസ്, ആ ഒരു സംഭവത്തെ കുറിച്ച് കുറച്ചുകൂടെ സെൻസിറ്റീവ് ആവുകയും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ പറയുന്ന ഇങ്ങനത്തെ ഈ ഒരു ഡോക്ടർമാരെ നേരിടുന്ന നിലപാട് അത് മാറ്റിവെക്കണം. പകരം അവരുടെ സിസ്റ്റംസ് നന്നാക്കുവാൻ വേണ്ടി ഈ കാര്യങ്ങളിൽ ഉണ്ടാവുന്ന പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊള്ളണമെന്നില്ല. പല ഈ പറഞ്ഞ അപകടങ്ങളും ഉണ്ടാവാം. ഒക്കെ ശരിയാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുകയോ ശിക്ഷിക്കുക വേണ്ടതുണ്ട്. പക്ഷെ സിസ്റ്റം നന്നാക്കുവാനായിട്ടാണ് വേണ്ടത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളെ സിസ്റ്റത്തിന് എന്ത് പിഴവ് പറ്റി, എന്തുകൊണ്ട് ഓക്സിജൻ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് സിലിണ്ടറുകൾ ഉണ്ടായില്ല എന്നുള്ള കാര്യങ്ങളിലാണ് വാസ്തവത്തിൽ ഈ സർക്കാർ നോക്കേണ്ടത്. അല്ലാതെ ആ ഡോക്ടറുടെ പ്രത്യേക നടപടി അല്ല വാസ്തവത്തിൽ വേണ്ടത്.
അത് കഴിഞ്ഞിട്ടും വീണ്ടും ആ ഡോക്ടറെ സിലിണ്ടർ എന്തുകൊണ്ട് എത്തിയില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അതിന്മേലൊരു അന്വേഷണത്തിനോ അല്ലെങ്കിൽ അതിന്മേൽ ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇപ്പോഴും ഇതിൽ പ്രതികളാവുന്ന ആളുകൾ പുറത്തു തന്നെ ഉണ്ട് എന്നുള്ളതുമാണ്, ഗവൺമെന്റിനൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതുമാണ് ഇതിലൊരു വാസ്തവം എന്നുള്ളത്. നൗഫൽ നോക്കൂ, അതായത് ഇവിടെ നമുക്ക് പ്രകടമാവുന്നത് ഈ ഭയപ്പെടുത്തി ഭരിക്കുക അല്ലെങ്കിൽ ഭയപ്പെടുത്തി എല്ലാത്തിനെയും നേരിടുക എന്നുള്ള ഒരു BJP തന്ത്രമുണ്ട്. അതുകൂടി ഇവിടെ പ്രകടമാവുകയാണ്. ഇപ്പോൾ ഡോക്ടർ ഖഫീൽ ഖാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം അലിഗഡ് സർവകലാശാലയിൽ CAA-ക്കും NRC-ക്കും എതിരെയൊക്കെ സംസാരിച്ചതും അതിനെ തുടർന്നും അദ്ദേഹം വീണ്ടും ജയിലിലാകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇതൊരു BJP നയം കൂടിയാണ്. ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ആളെ അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണോ അതിനെതിരെ സംസാരിക്കുന്ന ആളെ, അതിനെതിരായി ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്നയാളെ ഇല്ലായ്മ ചെയ്യുക എന്ന രീതിയിൽ ഇവർ നടപ്പിലാക്കുന്ന ഒരു നയം കൂടി ഇവിടെ പ്രകടമാവുകയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ ഐറണി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ രണ്ടാമത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 9 മാസം തടവിൽ ക്രൂരമായ വിധത്തിൽ എല്ലാത്തരം മനുഷ്യാവകാശങ്ങളും നിഷേധിച്ച് അദ്ദേഹത്തെ തടവിൽ പാർപ്പിക്കുകയും ചെയ്തതിൻ്റെ കാരണമായി പറയുന്നത് അദ്ദേഹം മതസ്പർദ്ധ ഉയർത്തുന്ന വിധത്തിൽ പ്രസംഗിച്ചു എന്നുള്ളതാണ്. നമുക്കത് നോക്കൂ, ഒരുപക്ഷെ ഇന്ത്യയിൽ കഴിഞ്ഞ 2014 ശേഷം മതസ്പർദ്ധ ഉയർത്തുന്ന വിധത്തിൽ പ്രസംഗിച്ചവർ എങ്കിൽ അറസ്റ്റിലാകാൻ തുടങ്ങുകയാണെങ്കിൽ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാരോ സംസ്ഥാന നേതാക്കന്മാരോ ഇന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയത വിൽക്കുകയും വർഗീയത പ്രചരിപ്പിക്കുകയും അതിനെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവായി മാറ്റുകയും ചെയ്യുന്ന പാർട്ടിയാണ് BJP എന്നതിൻ്റെ തെളിവാണ് ഈ ഫേസ്ബുക്കിൻ്റെ ദേശീയ തരത്തിലുള്ള നേതൃത്വത്തിലുള്ള ഒരു വ്യക്തി വാൾ സ്ട്രീറ്റ് ജേണലിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി, തെരഞ്ഞെടുപ്പിന് അനുബന്ധമായി കഴിഞ്ഞ 2 വർഷമായി ഈ BJP നേതാക്കന്മാർ ഫേസ്ബുക്കിൽ നടത്തുന്ന വർഗീയ പരാമർശങ്ങളോട് ഫേസ്ബുക്കിൻ്റെ ഇന്ത്യൻ നേതൃത്വം പോലും കണ്ണടയ്ക്കുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കൂ, അങ്ങനെ അതേസമയം കോടതി പറയുന്നുണ്ട് ഖഫീൽ ഖാൻ യാതൊരു തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുമില്ല. അപ്പോൾ അതല്ല പ്രശ്നം. ഖഫീൽ ഖാൻ നോഡൽ ഓഫീസർ ആയിരുന്നില്ല ആ സമയത്ത്. ഈ ഓക്സിജന്റെ പ്രശ്നം വരുന്ന സമയത്ത് ഖഫീൽ ഖാൻ നോഡൽ ഓഫീസർ ആയിരുന്നില്ല എന്ന് അന്വേഷണ കമ്മീഷൻ പറയുന്നുണ്ട്. അപ്പോൾ മെറിറ്റുള്ള ഒരു കേസല്ല അത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അദ്ദേഹത്തിനെതിരെ ഉയർത്താനുള്ള ആരോപണങ്ങളൊന്നും നിയമസാധുതയല്ലാതിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ വേട്ടയാടുന്നതിൻ്റെ പൊളിറ്റിക്സ് എന്താണ്? അതിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ അവതാരിക പറഞ്ഞതുപോലെ അത് ഭയപ്പെടുത്തിക്കൊണ്ട് എല്ലാ മനുഷ്യരെയും തങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ചുരുക്കുക എന്ന് പറയുന്ന BJPയുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ റോക്സ ലക്സംബർഗ് പറയുന്നൊരു വരിയുണ്ട്, വിയോജിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം. വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ ആദിത്യനാഥ് സർക്കാരിൻ്റെ വികസന നറേറ്റീവിനെതിരെ വിയോജിക്കുന്നു എന്നുള്ളതാണ് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ, ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്നുള്ള നിലയിൽ ഖഫീൽ ഖാൻ ചെയ്ത തെറ്റ്. 2, ഖഫീൽ ഖാൻ അത് പറയുന്നുണ്ട്, മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഏജൻസിക്ക് കൃത്യമായി പണമടയ്ക്കാത്തതിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകൾ മുൻപേ തന്നെ ഞാൻ മേലധികാരികൾക്ക് സമർപ്പിച്ചു, എന്നിട്ടും അവരൊരു നടപടിയും സ്വീകരിച്ചില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ജീവനാണോ ആ സംസ്ഥാനത്തിലെ ഭരണകൂടത്തിന് വലുത്, അതോ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതാണോ വലുത് എന്നൊരു ചോദ്യം വരുന്നു. തന്നെ സംഭവം നടന്ന സമയത്ത് അന്നത്തെ മന്ത്രിയായിരുന്ന ഒരു മന്ത്രി, ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, BJP മന്ത്രി, അദ്ദേഹം പറഞ്ഞത് UP-യിൽ കുട്ടികൾ മരിക്കുന്നത് സ്വാഭാവികമല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് പ്രതികരണം. കുട്ടികൾ മരിക്കുന്നത് സ്വാഭാവികമാവുകയും വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാവുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത്, നമ്മൾ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ രാഷ്ട്രീയം പ്രത്യേകം എടുത്ത് പരിശോധിക്കേണ്ടതാണ്. 2014-നും 2019-നും ഇടയിൽ 540 വർഗീയ കലാപങ്ങൾ ഉണ്ടായ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന രാജ്യസഭയിൽ ലോകസഭയിൽ നമ്മുടെ രേഖകൾ പ്രകാരം BJP നേതൃത്വം തന്നെ, അതായത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറഞ്ഞ കണക്ക് പ്രകാരം 540 വർഗീയ കലാപങ്ങളുണ്ടായ സ്ഥലമാണ് ഉത്തർപ്രദേശ്. അഖ്ലാഖ് ഖാൻ എന്ന് പറയുന്ന മനുഷ്യനെ വേട്ടയാടി തുടങ്ങിയ മോബ് ലിഞ്ചിങ്ങിൻ്റെ ചരിത്രം പേറുന്ന ഭൂമിയാണ് ഉത്തർപ്രദേശ്. അങ്ങനെ ഒരു ഭൂമിയിൽ എങ്ങനെയാണ് കുട്ടികളുടെ ജീവന് വിലയില്ലാതാവുകയും പുതിയൊരു വികസന നറേറ്റീവ് ഉണ്ടാവുകയും ചെയ്യുന്നത്? അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു കാര്യം, ഖഫീൽ ഖാൻ പ്രതിദാനം ചെയ്യുന്ന മതം ഏതാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഖഫീൽ ഖാൻ പ്രതിദാനം ചെയ്യുന്ന മതം ഒരു പ്രത്യേക മതമായതുകൊണ്ടും ആ മതവിഭാഗത്തിലെ ജനങ്ങളെ ഭയത്തിൻ്റെ അല്ലെങ്കിൽ സർവൈലൻസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കാണാൻ BJP ഭരണകൂടം ശ്രമിക്കുന്നത് കൊണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏറ്റവും നിഷ്കളങ്കമായ രീതിയിൽ മതേതരമായിട്ടുള്ള മൂല്യങ്ങളോട് ചേർന്നുകൊണ്ട് അദ്ദേഹം അലിഗഡിൽ നടത്തിയ പ്രഭാഷണം പോലും അവർക്ക് മതപരമായി വായിക്കാനാകുന്നത്. അങ്ങനെ ഒരു നാട്ടിൽ അതുകൊണ്ടാണ് അഖ്ലാഖ് ഖാൻ ചെയ്ത തെറ്റ്, അഖ്ലാഖ് ഖാൻ ഒരു പ്രത്യേക മതത്തിൽ പറഞ്ഞതാണ് എങ്കിൽ ഇദ്ദേഹം 2 തെറ്റുകൾ ചെയ്തു. ഇദ്ദേഹം അവരുടെ വികസന നറേറ്റീവിനെതിരെ വിയോജിച്ചു. 2, ഇദ്ദേഹം ഒരു പ്രത്യേക മതത്തെ പ്രദാനം ചെയ്തു. അതായത് ഇരട്ട കാരണമാവുകയാണ്, വേട്ടയാടാനുള്ള ഇരട്ട കാരണമായി ഈ അദ്ദേഹത്തിൻ്റെ മതവും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും മാറുന്ന അപകടകരമാം വിധത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയിലാണ്. അപകടകരമാം വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നയമാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് എന്നുള്ളതാണ്. നേരത്തെ നൗഫൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഉത്തർപ്രദേശിൽ മാത്രമാണ് കണ്ടുവരുന്നതെങ്കിൽ നാളെ ഒരു പക്ഷേ ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കാവുന്ന രീതിയിൽ BJP തന്നെ തുടരുകയാണെങ്കിൽ വ്യാപിക്കാവുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ഇത്തരത്തിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം എന്നുള്ളതാണ്. അതിഥികളിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
അതിഥികളിലേക്കാണ്. ഡോക്ടർ എസ് എസ് സന്തോഷ്, നിലവിൽ ഇന്നിപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് ഇനിയും നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയുള്ളതാണ്. അതായത് നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിനെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതായത് നിലവിലിപ്പോൾ ആദ്യത്തെ 2 കേസുകളാണ്. ആദ്യം അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റവിമുക്തനല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ഒരു അന്വേഷണത്തിന് UP സർക്കാർ ഉത്തരവിട്ടെങ്കിലും അലഹബാദ് ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് ആ കേസ് പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. പിന്നീട് ഒടുവിൽ ഇപ്പോൾ ആദ്യം അന്വേഷിച്ച ആ റിപ്പോർട്ടിന്മേൽ അദ്ദേഹത്തിന് എതിരായ കുറ്റമുണ്ട്, തെളിവ് ലഭിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഇനിയും നിയമ പോരാട്ടം തുടരാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ്, അതൊക്കെ കുറെ സന്ദേശങ്ങൾ പകർന്നു നൽകുകയും കൂടി ചെയ്യണം. അദ്ദേഹം ഒരു സാധാരണ ഡോക്ടർ മാത്രമാണെന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയ പ്രതിയോഗികളെ വരെ ഈ രീതിയിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു യോഗി സർക്കാരിന്റെ ഭാഗത്ത് നീക്കം നടക്കുമ്പോൾ ഇനിയും നിയമ പോരാട്ടം തുടരാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു നീക്കത്തെ നമ്മളിങ്ങനെ കാണണം. ഒരു വശത്ത് ഈ അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് ഉടനീളം കാണാൻ പറ്റുന്ന ഒരു കാര്യം, കോടതികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിയമസംഹിതകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ കോടതിയുടെ സംവിധാനങ്ങളും ഒക്കെ തന്നെ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് അതിന്റെ അന്വേഷണം നടത്തുകയും അതിന്റെ നിയമവശങ്ങൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി പറയുകയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ കേസിനകത്തും അദ്ദേഹം ഈ കോടതി മുഖേനയാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ആ കേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ കേസ് പിൻവലിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒക്കെ തന്നെ വാസ്തവത്തിൽ കോടതിയാണ്. മറുവശത്ത് കോടതികൾ ഇങ്ങനെ ചെയ്യുമ്പോഴും സർക്കാർ സംവിധാനം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം കോടതിയിൽ പോയി ഇനി അടുത്ത കോടതിയിൽ പോയാലും വീണ്ടും സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഏകദേശം ധാരണയുണ്ട്. കാരണം അദ്ദേഹം ഈ കോടതി പോയിട്ട് ഈ പറഞ്ഞ അദ്ദേഹത്തെ പിരിച്ചുവിട്ട നടപടി പിൻവലിച്ചാലും വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇതേ സർക്കാർ വാസ്തവത്തിൽ അദ്ദേഹത്തെ വീണ്ടും വേട്ടയാടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വാസ്തവത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ BJP സർക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത നേതാക്കന്മാരോട് വാസ്തവത്തിൽ ഇത് പറയേണ്ടതുണ്ട്. ഇത് ഈ പറഞ്ഞ യോഗി ആദിത്യനാഥ് ആയാലും ശരി, അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയാലും ശരി, അദ്ദേഹം ഈ ചെയ്യുന്നത് വാസ്തവത്തിൽ ഒരു ഇങ്ങനെ വേട്ടയാടുന്നത് മനുഷ്യത്വരഹിതമാണെന്നും എന്നുള്ള കാര്യങ്ങൾ ഈ മനുഷ്യകാരുണ്യപരമായി നോക്കിയാലും ശരി, മനുഷ്യ അവകാശത്തിന്റെ ഭാഗമായി നോക്കിയാലും ശരി, ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ലെന്നും അങ്ങനെയുള്ള മൂല്യങ്ങൾ അത് ഈ പറയുന്ന എന്ത് രാഷ്ട്രീയ പ്രശ്നമായാലും ശരി അതിനപ്പുറത്തേക്കായിരിക്കണം ഈ മനുഷ്യാവകാശവും മറ്റുമൊക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സും മനുഷ്യാവകാശവും ഒക്കെ വാസ്തവത്തിൽ അതിനപ്പുറത്തേക്കായിരിക്കണം. അത് ആർക്കും ഈ പറയുന്ന ഒരു വെറുതെ ഒന്ന് ലംഘിക്കുവാനോ അല്ലെങ്കിൽ എടുത്തു കളയാൻ പറ്റാത്തൊരു കാര്യമാണെന്നുള്ള ബോധ്യം ഉത്തർപ്രദേശിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. നിയമ പോരാട്ടം നടത്തുക എന്നുള്ളതും അത്രയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. നൗഫൽ, ഒപ്പം തന്നെ അവസാനം നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമുണ്ട്. ഈ കള്ളക്കേസുകൾ ആളുകൾക്കെതിരെ കെട്ടിച്ചമയ്ക്കുക എന്നുള്ളതും ഈ BJP സർക്കാരിന്റെ, മോദി സർക്കാരിന്റെ ഒരു നയമാണ്. നമ്മളത് വലിയ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ വരുന്ന നടത്തുന്നത് നമ്മൾ പലപ്പോഴും കണ്ടു. പിന്നീട് ദില്ലി കലാപം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയം വന്നപ്പോൾ കുട്ടികൾക്കെതിരെ പോലും ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ, പല കേസുകളും ചുമത്തുന്ന ഒരു നീക്കങ്ങൾ കണ്ടു. അത് തന്നെയാണ് ഇവിടെയും. ഇപ്പോൾ ഗഫീൽ ഖാന്റെ കാര്യം വരികയാണെങ്കിൽ ഡോക്ടർക്കെതിരെയും അതേ രീതിയിൽ തന്നെയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ, അന്ന് ഡ്യൂട്ടിയിൽ ഇല്ലാത്ത ഡോക്ടറുടെ മേൽ ചുമത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള കേസുകൾ കൂടിയാണ്. പിന്നീട് തുടർച്ചയായി ഈ നിയമ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ എങ്ങനെ നേരിടാനാകുമോ എന്നതിന് മറ്റൊരു അധ്യായം അല്ലെങ്കിൽ മാറുകയാണ് ഡോക്ടറുടെ കേസും എന്നുള്ളതാണ്. ഈ വ്യാജ പോരാട്ടങ്ങൾ പോലെ അല്ലെങ്കിൽ വ്യാജ ഏറ്റുമുട്ടലുകൾ പോലെ വ്യാജ കുറ്റവാളികളെ നിർമ്മിക്കുക എന്നുള്ളത് ഒരു ഫാസിസ്റ്റ് തന്ത്രമാണ്. അത് എല്ലാ കാലത്തും ഫാസിസ്റ്റ് രാജ്യങ്ങളിൽ ഏകാധിപതികൾ നടത്തിയിരുന്ന ഒരു തന്ത്രമാണ്. വ്യാജ കുറ്റാരോപിതരെ ഉണ്ടാക്കുക, അവരെ കൊന്നുകളയുക അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക. അതിനെ റദ്ദ് ചെയ്യാനുള്ള എല്ലാത്തരം ശ്രമങ്ങളും ജനാധിപത്യ സമൂഹത്തിൽ, ഭരണഘടനയുള്ളൊരു സമൂഹത്തിൽ നടത്താൻ നമുക്ക് കഴിയുന്നത് എങ്ങനെയാണ്? അത് കോടതികളിലൂടെയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 7-8 വർഷക്കാലത്തിനിടയിൽ കോടതി വിധികളിൽ ഇത്രത്തോളം പ്രത്യാശ നിറച്ച ഒരു ഇടപെടൽ എനിക്കൊന്ന് കഫീൽ ഖാൻ്റേതാണ്. പക്ഷേ അതിനെ കൂടി നള്ളിഫൈ ചെയ്യുന്ന, അതിനെ കൂടെ റദ്ദ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഉത്തർപ്രദേശിൽ വിധിയിലൂടെ, ഉത്തർപ്രദേശിൽ ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതിലൂടെ ഭരണകൂടം ചെയ്യുന്നത്. അതിനകത്ത് വലിയൊരു പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജുഡീഷ്യറിയെ ആശ്രയിക്കാം. സാധാരണ മനുഷ്യർക്ക് ഒരു അനീതി നടന്നാൽ, ഭരണകൂടം എക്സിക്യൂട്ടീവ് ഒരു തെറ്റ് ചെയ്താൽ, മനുഷ്യാവകാശ ലംഘനം നടത്തിയാൽ ജുഡീഷ്യറിയെ ആശ്രയിക്കാമെന്നുള്ള സാധാരണ മനുഷ്യൻ്റെ പ്രത്യാശയെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ സർക്കാർ എടുത്തിരിക്കുന്നത്. അത് അപകടകരമാവിധം ഭരണഘടനയുടെ മൂല്യങ്ങളെ, മൂല്യസഞ്ചയത്തെ അത് വാഗ്ദാനം ചെയ്യുന്ന സ്വതന്ത്ര
സ്വതന്ത്ര ജീവിതത്തെ, തൊഴിലെടുക്കാനുള്ള അവകാശത്തെ, ഭയമില്ലാതെ ജീവിക്കാനുള്ള മാനസികാവസ്ഥ രൂപീകരിക്കുന്നതിൽ ഭരണകൂടത്തിനുള്ള പങ്കിനെ എല്ലാം റദ്ദ് ചെയ്യുന്നൊരു സമീപനമാണിത്. അത് ദൂരവ്യാപകമായ രീതിയിൽ അടിമകളെ ഉണ്ടാക്കാൻ, ഡിസെൻ്റ് ഇല്ലാത്ത, വിയോജിക്കാത്ത അടിമകളെ ഉണ്ടാക്കാനായിട്ടാണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇതിൽ പരം യോഗി ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഒരു സർക്കാരിൽ നിന്നും ഇതിൽ പരം ഒരു നീതി അല്ലെങ്കിൽ ഇതിൽ പരം ഒരു നീക്കം നമ്മൾ പ്രതീക്ഷിക്കുന്നുവോ എന്നുള്ളൊരു ചോദ്യവും ഉയരുകയാണ്. എന്തായാലും ഡോക്ടർ കഫീൽ ഖാൻ നടത്തുന്ന പോരാട്ടം അതിന് ഒരു നല്ല രീതിയിൽ തന്നെയുള്ള വിജയം ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയുണ്ട്. പക്ഷെ അത് എത്രത്തോളം എത്തുമെന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. നൗഫലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഭാഗ്യമാണെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഇതോടുകൂടി ടുഡേസ് ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ആൻഡ് വ്യൂസുമായി മനുജരും. നമസ്കാരം.